സ്വന്തം മകനായി സൃഷ്ടിച്ചാക്കി വെച്ച് ഭൂമിയിലെ സകല ജരാജനങ്ങളുടെ മേൽ വാഴുവാനും സന്തോഷിപ്പാനും ആക്കി വെച്ചപ്പോൾ അവന് കൊടുത്ത നിയമത്തെ തെറ്റിച്ച് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ദൈവം പറഞ്ഞതിനെ കള്ളമെന്ന് പറയത്തക്കവണ്ണം മനുഷ്യന്റെ ശത്രുവായ പിശാചിന്റെ വാക്കുകേട്ട് ദൈവത്തെക്കാളുപരി പിശാചിനെ വിശ്വസിപ്പാൻ പാപം ചെയ്യുവാൻ ഇടയായപ്പോൾ ദൈവം അവനെ തന്റെ സ്വന്തം ദേശത്തു നിന്ന് മനോഹരമായ ഏതത്തോട്ടത്തിൽ നിന്ന് വീണ്ടും അവൻ നശിച്ച ഹല്ലേലൂയ ദൈവരാജ്യത്തിന് അപമാനമാകാതിരിപ്പാൻ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്നതുപോലെ ഏതൻ തോട്ടത്തിൽ ദൈവം മനുഷ്യരെ കുടുംബമായി പുറത്തിറക്കി. പ്രിയമുള്ളവരെ, അങ്ങനെ സ്വർഗീയ ജീവിതം നഷ്ടപ്പെട്ട നാം പല മതങ്ങളിലും ഭാഷകളിലുമായി ജീവിക്കുന്നു. പക്ഷെ ഒരു സന്തോഷ വാർത്തയുണ്ട്. കാലങ്ങളായി മനുഷ്യൻ ദൈവത്തിലേക്ക് പോകുവാൻ മതങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും വാക്ക് കേട്ട് പലവിധമായ മാർഗങ്ങളിൽ, ചിലർ വിഗ്രഹാരാധനകളിൽ, ചിലർ മന്ത്രവാദങ്ങളിൽ, ആഭിചാരങ്ങളിൽ, ചിലർ നേർച്ച കാഴ്ചകളിൽ, ചിലർ പദയാത്രകളിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഠോര പ്രയത്നം ചെയ്യുന്നത് കണ്ട്, കഷ്ടപ്പെടുന്നത് കണ്ട് മനസ്സിലുമുള്ള ദൈവം, സ്നേഹവാനായ ദൈവം സ്വർഗത്തിൽ തന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രനെ സുവിശേഷത്തിന്റെ പേരിൽ സുവിശേഷമായി തന്നെ ദൈവ സ്നേഹത്തിന്റെ നിദർശനമായി യെരൂശലേമിന്റെ തെരുവോരത്ത് ഗോൽഗോഥ എന്ന കുന്നിൻ ചെരുവിൽ എനിക്കും നിനക്കും വേണ്ടി പരസ്യമായി ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. അന്നത്തെ മതകോടതി, അന്നത്തെ സുപ്രീം ജഡ്ജി പീലാത്തോസ് ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ലെന്ന് 5 വട്ടം വിസ്തരിച്ച് ആവർത്തിച്ച് വിധികൽപ്പന എഴുതിയിട്ടും അന്നത്തെ ജനത്തെ പേടിച്ച്, മതമേലധ്യക്ഷന്മാരുടെ വാക്കിനെ പേടിച്ച് പീലാത്തോസിന്റെ അധികാരം കസേര നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം യേശുവിനെ ക്രൂശിക്കപ്പാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകം ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു: അഭക്തരായ നിനക്ക് വേണ്ടി, അഭക്തരായ നമുക്ക് വേണ്ടി അവൻ തക്ക സമയത്ത് മരണപ്പെട്ടു. പക്ഷേ അവൻ വെറും മൃഗമോ സാധാരണ മനുഷ്യനോ അല്ലായിരുന്നു. അവൻ മരിച്ച് മണ്ണടിഞ്ഞു പോകുമെന്ന് പീലാത്തോസും അന്നത്തെ മതമേലധ്യക്ഷന്മാരും വിചാരിച്ചു. പക്ഷേ ദൈവം കാലാകാലങ്ങളായി വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരവും ജീവിച്ചു വളർന്ന് പ്രവർത്തിച്ച, നന്മ ചെയ്ത് പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കി 3.5 വർഷക്കാലം ഫലസ്തീന്റെയും യെരൂശലേമിന്റെയും ഇസ്രായേലിന്റെയും തെരുവോരങ്ങളിൽ പ്രവർത്തിച്ചും പ്രസംഗിച്ചും നടന്ന യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുമെന്ന് പ്രവാചകന്മാർ പറഞ്ഞതുപോലെ ജീവിച്ചിരുന്ന യേശു തന്റെ പ്രസംഗങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ ആവർത്തിച്ച് മുൻകൂട്ടി പറഞ്ഞതുപോലെ വിശുദ്ധ തിരുവെഴുത്തുകളിൻ പ്രകാരം അവൻ ജീവിച്ചു മരിച്ച്, തിരുവെഴുത്തുകളിൻ പ്രകാരം അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ആ യേശു ക്രിസ്തു കൽപ്പിച്ച ദൈവത്തിന്റെ കൽപ്പനയാകുന്ന ദൈവ സ്നേഹത്തിന്റെ ഉപദേശമാണ്, ദൈവ സ്നേഹത്തിന്റെ വാക്കാണ്. 5 പൈസ പിരിവില്ലാതെ, 5 മിനിറ്റ് പോലും നീ മുട്ടിന്മേൽ എഴയാതെ, നിന്റെ മക്കളെയോ ഭാര്യയെയോ നേർച്ച കൊടുക്കാതെ, നിന്റെ ഉള്ളിലുള്ള ഹൃദയത്തെ, നിന്റെയും ഭാര്യയുടെയും മക്കളുടെയും ഉള്ളിലുള്ള ആത്മാവിനെ നീ ദൈവത്തിന് സമർപ്പിക്ക. നീ പാപിയാണെന്ന് സ്വയം സമ്മതിക്ക. എങ്ങനെയുള്ള വളരെ ലഘുവായ ചില ഉപദേശങ്ങൾ മാത്രം പറഞ്ഞ് യേശു നിത്യജീവനിലേക്ക് വഴി തുറന്നു. യേശു ക്രിസ്തു സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി തുറന്നു. അത് യേശു ഇപ്രകാരം പ്രസംഗിച്ചു: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. അതേ പ്രിയമുള്ളവരെ, അറിയായ്മയുടെ കാലം തികഞ്ഞു. നിന്റെ മദ്യപാനത്തിന്റെ കാലം മതി. മയക്കുമരുന്ന് അടിമപ്പെട്ട കാലം മതി. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ മദ്യപാനം വിട്ട്, മയക്കുമരുന്ന് വിട്ട്, അടിമത്വം വിട്ട്, വർഗീയവാദം വിട്ട്, രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം വിട്ട് നീയും നിന്റെ കുടുംബവും ആശ്വാസത്തോടെ ജീവിപ്പാൻ നിനക്കും നിന്റെ മാതാപിതാക്കൾക്കും നിന്റെ സ്വന്തം സഹോദരങ്ങൾക്കും സമാധാനവും ആശ്വാസവും രക്ഷയുണ്ടാവുവാൻ നീ ഒരു ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കണം. എന്നാൽ നിനക്ക് നിന്റെ ഭവനത്തിലുള്ളവരെ സ്നേഹിച്ച് നിന്റെ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ പോറ്റി പുലർത്തുവാൻ കഴിയും. കാരണം നീ അതിന് മനസ്സ് വെച്ച് കൊടുത്തില്ലെങ്കിൽ വർഷങ്ങൾ 2-3 മുമ്പ് കേരളമെമ്പാടും പ്രളയം വന്ന് നിലവിളിച്ച പട്ടണങ്ങളാണ് ഇടുക്കി, പത്തനംതിട്ട, വയനാട്, ആലപ്പുഴ തുടങ്ങിയ ദേശങ്ങൾ.
അതിനുശേഷം ലോകമെമ്പാടും എല്ലാ രാജ്യങ്ങളും മഹാമാരിയായ കോവിഡ് വന്ന്, കൊറോണ വന്ന്, മനുഷ്യൻ സ്വന്തം ഭാര്യയെ ഒരു നോക്കി കാണാനാവാതെ അടക്കിയപ്പോൾ സ്വന്തം ഭാര്യയ്ക്ക് അപ്പനോ അമ്മയ്ക്കോ ഭർത്താവിനോ താൻ പ്രസവിച്ചു നൊന്ത് വളർത്തിയ കുഞ്ഞു മക്കൾക്കോ ഒരു സ്നേഹചുംബനം, ഒരു അന്ത്യചുംബനം പോലും കൊടുക്കാനാവാതെ അവർ മരണപ്പെട്ടപ്പോൾ മനുഷ്യ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു സൃഷ്ടാവായ ദൈവമുണ്ടെന്ന് അറിയുവാൻ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടി അറിയിച്ചിരിക്കുന്നതും വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നതുമായ കാര്യങ്ങളാണ് ഭൂമിയെമ്പാടും ഇപ്പോഴും മാറ്റമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നീ മറക്കരുത്. ഇതൊരു രാഷ്ട്രീയമല്ല, ഇതൊരു മതപ്രസംഗമല്ല. സൃഷ്ടാവായ ദൈവം നിന്നെ സൃഷ്ടിച്ചപ്പോഴേ എഴുതി വച്ചിരിക്കുന്നതാണ്. നീ നല്ലൊരു കാറ് മേടിച്ച്, നല്ലൊരു 2 വീലർ മേടിച്ച് നീ ഓടിച്ചു നടക്കുമ്പോൾ 3 മാസമോ 5000 കിലോമീറ്ററോ 20000 കിലോമീറ്ററോ കൂടുമ്പോൾ നീ വണ്ടി തന്ന അതേ സർവീസ് സെന്ററിൽ സൗജന്യമായി സർവീസിന് പോകുന്നത് പോലെ നിന്നെ സൃഷ്ടിച്ച ദൈവസന്നിധിയിൽ നീ മാനസാന്തരപ്പെട്ട് വിശുദ്ധീകരണത്തിനായി നീ സർവീസ് ചെയ്യുവാൻ മടങ്ങി വരണം. ഇല്ലെങ്കിൽ പോകുന്ന വഴിക്ക് പിസ്റ്റൺ തട്ടി, എഞ്ചിൻ പൊട്ടി, ബെൽറ്റ് പൊട്ടി വണ്ടി അപകടത്തിൽ പെടുന്നത് പോലെ നിന്റെ ജീവിതം നിത്യനാശത്തിലായി പോകും. നിനക്ക് കൂടെ സർവീസ് ആവശ്യമാണ്. അതേ പ്രിയമുള്ളവരെ, സൃഷ്ടാവായ ദൈവം നാം ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ പരിശുദ്ധനായ ദൈവത്തിന്റെ വിശുദ്ധ വചനങ്ങൾ അനുസരിച്ച് ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരായി ജീവിക്കുവാനാണ് ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത്. നിന്റെ ആയുസ് 40, 70, 100, 110 ആയാൽ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഒരു വലിയ കാലയളവ് നീ ജീവിച്ചേ പറ്റൂ. നാം മൃഗങ്ങളെ പോലെ സൃഷ്ടിക്കപ്പെട്ടവരല്ല. വിശുദ്ധ വേദപുസ്തകം വളരെ മൂല്യത്തോടെ പറയുന്ന, കനത്തോടെ പറയുന്ന വളരെ വളരെ ശ്രേഷ്ഠകരമായ ഉപദേശങ്ങളുണ്ട്. അതിലൊരു വാക്ക് ഞാൻ എല്ലാവരും കേൾക്ക പറയുന്നു: ഈ കാണുന്നതൊക്കെ താൽക്കാലികം, കാണാത്തത് നിത്യം. പ്രിയപ്പെട്ടവരെ, കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തത് നിത്യം. ഒന്നും മനസ്സിലായില്ലെങ്കിൽ തെളിച്ചു പറയുന്നു, നിന്റെ ഉള്ളിലുള്ള ആത്മാവിനെ നീ കാണുന്നില്ല. നീ മരിച്ച്, നാം മരിച്ച് കല്ലറയിൽ അടയ്ക്കപ്പെടുമ്പോൾ, ഭസ്മമാക്കി കഴിയുമ്പോൾ, ദഹിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരം മണ്ണിൽ പോകും. എന്നാൽ കാണാതെ നിന്റെ ഉള്ളിലുള്ള ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പോയേ പറ്റൂ. ആത്മാവിന്മേൽ അധികാരമുള്ള, മരണത്തിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല. ആത്മാവ് ദൈവസന്നിധിയിലെത്തുമ്പോൾ നീ ദൈവത്തെ അന്വേഷിച്ച് ദൈവഭക്തനായി ജീവിച്ചില്ല എങ്കിൽ, മദ്യപാനം വിട്ട് നീ തിരിഞ്ഞു വരുന്നില്ല എങ്കിൽ, നീ അധർമ്മം വിട്ട്, പാപം വിട്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച്, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച്, നിത്യജീവൻ ആഗ്രഹിച്ച് നിന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് കൊടുത്തില്ല എങ്കിൽ നീ നിത്യനാശത്തിലേക്ക് പോകും. അതേ പ്രിയമുള്ളവരെ, ഇത് വെറും കഥയല്ല, ഒരു വലിയ നിത്യ നരകം പിതാവായ ദൈവം ഒരുക്കിയിട്ടുണ്ട്. വാത്സല്യമുള്ളവരെ, നിരീശ്വരവാദികൾ പറയുന്നത് പോലെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നരകം ദൈവം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതല്ല. ദൈവത്തിന്റെ, മനുഷ്യന്റെ ശത്രുവായ പഴയ പാമ്പെന്ന് പറയപ്പെടുന്ന പിശാചിന് വേണ്ടി, മുസ്ലിം മതങ്ങൾ ഇബ്ലീസ് എന്ന് പറയുന്നവന് വേണ്ടി, ഹൈന്ദവ വേദങ്ങൾ കലികാലം വരുത്തുന്ന ദുർമൂർത്തികൾക്ക് വേണ്ടി, ദുർസേവകർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന സ്ഥലമാണ് നരകം, നിത്യ നരകം, നിത്യശിക്ഷാവധി. അതുകൊണ്ട് ഈ കലികാലത്തിൽ നിന്ന് നീ ജീവനുള്ള ദൈവത്തെ അന്വേഷിച്ച്, ഇബ്ലീസിന്റെ പിടിയിൽ നിന്ന് നീ സത്യദൈവത്തെ അന്വേഷിച്ച് ജീവരക്ഷ പ്രാപിക്കണമെന്നുള്ള ദൈവത്തിന്റെ സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങൾ മറ്റു സ്ഥലങ്ങളിലും കടന്നു പോകേണ്ടവരാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറകൾ മദ്യപാനത്തിലും മയക്കുമരുന്നിലും പെട്ട് ഈ വളരെ ചെറുപ്രായത്തിൽ 14, 16, 25 വയസ്സുകൾക്കുള്ളിൽ അനേകം കേസുകളിൽപ്പെട്ട് പത്രങ്ങളിൽ ദിവസേന വാർത്ത വരികയല്ലേ. പോലീസുകാർക്ക് എടുത്താൽ ചുമക്കാത്ത കേസുണ്ടാക്കി കൊടുക്കുകയല്ലേ. എക്സൈസുകാർ അവരുടെ ബാഗുകൾ കൗത്തു നിന്ന്, സ്കൂളിൽ നിന്ന്, കോളേജിൽ നിന്ന് ഒക്കെ മയക്കുമരുന്ന് പിടിച്ചെടുക്കുകയല്ലേ. അതേ പ്രിയമുള്ളവരെ, ദൈവത്തെ അന്വേഷിക്കാതെ നീ ജീവിച്ചാൽ പിശാച് നിന്നെ ചതിക്കും, മദ്യപാനം നിന്നെ കൊല്ലും, മയക്കുമരുന്ന് നിന്നെ പറ്റിക്കും. നീ ദൈവത്തിലേക്ക് തിരിയണം, മദ്യപാനം വിട്ടു തിരിയണം, മയക്കുമരുന്ന് രക്ഷ നേടണം. അതിന് ദൈവത്തിന്റെ, മനുഷ്യരുടെ, അധികാരികളുടെ അനുവാദത്തോടും ഉപദേശത്തോടും കൂടിയാണ്. പ്രിയമുള്ളവരെ, ഞങ്ങൾ നിങ്ങളോട് ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച്, ദൈവരാജ്യത്തെ കുറിച്ച് ഈ സുവിശേഷം
അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ പിരിവുകാരായിട്ട് വന്നവരല്ല. ഞങ്ങളുടെ അടുക്കലുള്ള ആരും 5 പൈസ നിങ്ങളുടെ നടുവിൽ നിന്ന് മേടിക്കുകയോ ഞങ്ങളുടെ രസീത് ബുക്കോ ഇല്ല. പ്രിയമുള്ളവരെ, ഞങ്ങളോടൊപ്പം ഉള്ളവർ വിവിധ ദേശങ്ങളിൽ, വിദേശത്ത്, സ്വദേശത്ത് ജോലി ചെയ്തവർ, ഉദ്യോഗസ്ഥർ, അധ്വാനശീലരും, വാഹനം ഓടിക്കുന്നവർ, ഓട്ടോ ഓടിക്കുന്നവർ, കച്ചവടം ചെയ്യുന്നവർ തുടങ്ങി ഒന്നാന്തരമായി ഉപജീവനത്തിനും ഭാവിക്കും വേണ്ടി അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. അതിന് കൂടെ അധ്വാനിക്കുവാൻ കൃപ തന്ന, ബലം തന്ന, നന്മ തരുന്ന ദൈവത്തെ അറിയുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം ചെയ്തതുകൊണ്ട്, ദൈവ സ്നേഹം ഞങ്ങളുടെ ഉള്ളത്തിൽ പ്രകാശിച്ചതുകൊണ്ട്, ദൈവത്തിന്റെ കൃപ തന്ന ദൈവപുത്രനായ യേശുവിൽ വിശ്വസിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചതുകൊണ്ട് നിങ്ങളോട് ആ വലിയ ഭാഗ്യ വഴിയെക്കുറിച്ച്, ആ ഭാഗ്യമാർഗത്തെക്കുറിച്ച്, ആ സത്യമാർഗത്തെക്കുറിച്ച്, ആ സുവിശേഷത്തിലേക്കുള്ള ഏക മാർഗത്തിലേക്കുള്ള മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരു യേശുക്രിസ്തുവിനെ കുറിച്ച്, ദൈവപുത്രനായ ഒരേ ഒരു യേശുക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷം അറിയിക്കും. അതുകൊണ്ട് പ്രിയ സഹോദര, നീ ആണ്ടവരെ കൂപ്പിട്ടേ പറ്റൂ. നീ മഹാദൈവത്തെ വിളിച്ചപേക്ഷിച്ചേ പറ്റൂ. നീ മശിഹായെ കൂപ്പിട്ടേ പറ്റൂ. നീ ദൈവത്തെ അന്വേഷിക്കണം. ദൈവരാജ്യം നിനക്ക് സമീപസ്ഥമാണ്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ യാത്ര ശുഭകരമാകട്ടെ. ദൈവം നിന്നെ സഹായിക്കട്ടെ. നീ ശ്രദ്ധയോടെ ഒരു നിമിഷമേ കേട്ടുള്ളെങ്കിൽ ആ ഒരു നിമിഷം കൊണ്ട് നിന്നെ രക്ഷിപ്പാൻ ദൈവം ശക്തനാണ്. നിന്റെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഉള്ളത്തിൽ സത്യദൈവത്തെ കുറിച്ചുള്ള ആഗ്രഹമുണ്ടെങ്കിൽ, നല്ലവനായി ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിനക്കും നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും രക്ഷ പ്രാപിച്ച് സമാധാനത്തോടെ ഉറങ്ങുവാൻ, സമാധാനത്തോടെ വിശ്രമിക്കുവാൻ, അനുഗ്രഹം പ്രാപിച്ച് നിത്യരക്ഷ പ്രാപിപ്പാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിത്യശിക്ഷാവിധിയിൽ നിന്ന്, നിത്യനാശത്തിൽ നിന്ന്, നിത്യ നരകത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി, ഞങ്ങൾ നിങ്ങളോട് ദൈവനാമത്തിൽ അപേക്ഷിച്ച് ദയവായി നിങ്ങൾ വിശുദ്ധ ബൈബിൾ വായിക്കണം. ദൈവരാജ്യത്തിന്റെ ഉപദേശം കേൾക്കണം. ദൈവദാസന്മാരോട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവജനത്തോട് ചേരണം. അഥവാ കൈപ്പണികളെ വന്നിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി ജീവനുള്ള ദൈവത്തെ, അദൃശ്യനായിരിക്കുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. ദൈവരാജ്യത്തിൽ സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഞങ്ങളെ ശബ്ദം കേട്ടവർ നിങ്ങൾക്ക് മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട്, കുടുംബം കൊണ്ട് എന്തെങ്കിലും പ്രയാസഘട്ടം ഉണ്ട്, ഞങ്ങളെ തന്നെ കൊല്ലുവാൻ, മരിപ്പിപ്പാൻ, ആത്മഹത്യക്കായി ഒരുങ്ങുന്നുവെന്ന് നിങ്ങളാരെങ്കിലും ചിന്തിച്ച് ഭാരപ്പെടുന്നെങ്കിൽ ഇപ്പോൾ കടന്നു വന്നാൽ ഞങ്ങളോടൊപ്പമുള്ള ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് നിത്യസമാധാനം ലഭിക്കാൻ കാരണമാകും. പ്രിയമുള്ളവരെ, ആത്മഹത്യ ചെയ്യരുത്. യേശുക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, മദ്യപാനത്തിൽ തുടരരുത്. മദ്യപാനം വിട്ടുതിരണം. മദ്യപാനം ദൈവത്തിൽ കടക്കില്ല. യേശുവിനെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ടവര്, മയക്കുമരുന്ന് നീ കുടഞ്ഞു കളയണം. അപ്പമല്ലാത്തതിന് നിന്റെ ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിന്റെ പോക്കറ്റിലെ പൈസ നീ കളയരുത്. മടങ്ങി വരിക, മടങ്ങി വരിക. ദൈവരാജ്യം സമീപിച്ചിരിക്കുക. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. കർത്താവ് യേശു നിന്നെ സ്നേഹിച്ച് നിനക്കും എനിക്കും വേണ്ടി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ദൈവസന്നിധിയിൽ ജീവിക്കും. ദൈവം നിന്നെ നോക്കുന്നു. യേശുക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്നെ ക്ഷണിക്കുന്നു. കടന്നു വരിക, കടന്നു വരിക. അനുഗ്രഹം പ്രാപിപ്പി. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ നാം പരിശുദ്ധമായ നാം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കും ഒക്കെയും അടിമകളായി ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിക്കുന്ന ജനത്തിന് ഒരു സമാധാനത്തിന്റെ സന്ദേശമാണ്, ഇപ്പോൾ രക്ഷയുടെ സന്ദേശമാണ് നിങ്ങൾ ശ്രവിക്കുവാനിടയായത്. ഇനി അടുത്തായിട്ട് ഒരു കർത്താവിന്റെ ദാസൻ ഈ ദേശനിവാസികൾക്ക് വേണ്ടി, ഇവിടെ വ്യാപാരം ചെയ്യുന്നവർക്ക് വേണ്ടി, ഇവിടെ വാഹനം ഓടിച്ച് ഉപജീവനമാർഗം കഴിക്കുന്നവർക്ക് വേണ്ടി, വിവിധങ്ങളാകുന്ന ഔദ്യോഗിക സ്ഥാനങ്ങൾ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി, ഈ ദേശനിവാസികൾക്ക് വേണ്ടി ഒക്കെ ഒരു കർത്താവിന്റെ ദാസൻ ഈ സമയം പ്രാർത്ഥിക്കുന്നതായിരിക്കും.